നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ ഖദ്ദമത് വമാ അഖറത് വമാ അലനത് വമാ അസ്ററത് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രാർത്ഥന. ആയിഷയ്ക്ക് അല്ലാഹുവേ അവൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതും പരസ്യമായി ചെയ്തത് രഹസ്യം ചെയ്ത് ഇതൊക്കെ നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥന കേട്ടിട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് എന്ത് ചെയ്യാണ്, തല വന്നും മടി തട്ടണം. അത്രയും സന്തോഷം, ചിരിച്ചിട്ട് അങ്ങനെ അത്രയും ആഹ്ലാദം തോന്നുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷത്തിന് ആദ്യം കണ്ടിട്ട് ഈ ഒരു പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടു ആയിഷ, നീ അതിൽ സന്തോഷിക്കുകയാണോ ചോദിക്കുമ്പോൾ തീർച്ചയായും റസൂലേ ഞാൻ അങ്ങേരെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഓരോ സുജൂദിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. എന്നുവെച്ചാൽ തൻ്റെ ഉമ്മത്തിനെ എങ്ങനെ നരകത്തിൽ രക്ഷപ്പെടുത്തണം, തൻ്റെ ഉമ്മത്തിന് എങ്ങനെ ഹൈർ എത്തിക്കണം, ഈ ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക്, താങ്കളുടെ മുതുകിൽ നിന്നുള്ള ഭാരം, ആ ഭാരം എന്താ ഭാരം, എങ്ങനെ എൻ്റെ സമൂഹത്തിന് ഈ ഹൈർ എത്തിക്കണം എന്നുള്ള ചിന്ത, ആ ഒരു ടെൻഷനാണ്. ദുനിയാവ് ഉണ്ടാക്കാനുള്ളതല്ല, രാജ്യം വെട്ടിപ്പിടിക്കാനല്ല. എൻ്റെ ആളുകൾക്ക്, എൻ്റെ ഉമ്മത്തിന്, ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും എങ്ങനെ ഈ ഇസ്ലാം എത്തിക്കണം, എങ്ങനെ തൗഹീദ് എത്തിക്കണം, എങ്ങനെ സുന്നത്ത് എത്തിക്കണം, ഈ ഒരു ചിന്ത, ഇതാണ് ടെൻഷൻ, ഈ ഒരു ബേജാറാണ് എപ്പോഴും. സല്ലല്ലാഹു അലൈഹി വസല്ലം.